അക്കിത്തം അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഗുരുവായൂരപ്പൻ കോളേജ്, ജോയിന്റ് ജനറൽ സെക്രട്ടറി, തപസ്യ, ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഹാകവി അക്കിത്തം ഭൗതികമായി ഇന്ന് നമ്മോടൊപ്പമില്ല. എങ്കിലും മഹത്തായ ഒരു കാവ്യ സംസ്കാരമായി, ഭാരതീയമായ സംസ്കൃതിയുടെ അനശ്വര നാദമായി മലയാള ഭാഷയുള്ള കാലത്തോളവും അക്കിത്തം സമാന മനസ്കരായ സഹൃദയന്മാരുടെ ഒപ്പം ചിരഞ്ജീവിയായി നിലകൊള്ളുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാകവിയുടെ ഹൃദയത്തിൽ ഗുരുസ്ഥാനത്ത് നിലനിന്നിരുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി എടശ്ശേരി ഒരു കവിതയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാവ്യ പാരമ്പര്യത്തിന്റെ വെളിച്ചവും പേറി നിരന്തരമായി സഞ്ചരിക്കുവാൻ ശേഷി ഉണ്ടെന്ന് സുദീർഘകാലത്തെ ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു കവിയാണ് മഹാകവി അക്കിത്തം. തീർച്ചയായും അക്കിത്തത്തെ സൂക്ഷ്മമായിട്ട് വായിക്കുക എന്നത് ഭാഷയുടെ മിടുപ്പുകൾ അറിയുവാനും സംസ്കാരത്തിന്റെ സൂക്ഷ്മ സൗന്ദര്യങ്ങൾ അറിയുവാനും നമ്മളെ ഏറെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എടശ്ശേരി എഴുതി, എനിക്ക് രസമീ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേത് ഇരുൾക്കുഴിമേൽ ഉരുളട്ടെ, വിടില്ല ഞാൻ ഈ രശ്മികളെ. ജീവിതത്തിന്റെ നിമ്നോന്നതങ്ങളിൽ, കയറ്റിറക്കങ്ങളിൽ തൻ്റെ രഥം സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും കൈവിടാതെ തൻ്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ഭാരതീയതയുടെ വെളിച്ചം സദാ കാത്തു സൂക്ഷിച്ച ഒരു മഹാകവിയാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, അക്കിത്തം എഴുതിയിട്ടുണ്ട് നിത്യമേഘം എന്ന അനശ്വരമായ കവിതയിൽ കാളിദാസീയമായ ഭാവനയുടെ വിശാലമായ ലോകത്ത് മഹാകവി സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം, വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ കടന്നുപോന്നു, ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ എന്ന വിനയബോധം. ഒരു പക്ഷേ മലയാള കവിതയ്ക്ക് ഇന്ന് അന്യമായ ആ വിനയബോധത്തിന്റെ ഏറ്റവും തേജസ്സാർന്ന ഒരു കാലഘട്ടമാണ് അക്കിത്തത്തിന്റെ നിര്യാണത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നത്. ഒരു കാലം തന്നെ സംക്രമണത്തിന് വിധേയമാവുന്നു. എൻ്റെ അല്ല ഈ കൊമ്പനാനകൾ, എൻ്റെ അല്ല ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന് എഴുതിയപ്പോൾ ഇതം ന മമ എന്ന വൈദികമായ മഹത്തായ ദർശനത്തിന് കേരളീയമായ വ്യാഖ്യാനം നൽകുകയായിരുന്നു അക്കിത്തം. തൊട്ടടുത്ത് അദ്ദേഹം എഴുതി, എൻ്റെ അല്ല ഈ കൊമ്പനാനകൾ, എൻ്റെ അല്ല ഈ മഹാക്ഷേത്രവും മക്കളെ എന്നതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. തൻ്റെ മാത്രം എന്ന് പറയാവുന്ന ഒന്നുണ്ട്. ഗർഭഗൃഹത്തിലുണ്ട് ആശ്രിത വാത്സല്യ നിർഭരനായ ഒരാൾ എന്റെയായി. അതാണ് അക്കിത്തത്തെ സമകാലികരായ ആധുനികരായ കവികളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. യുക്തിവാദത്തിന്റെയും പാശ്ചാത്യ ആധുനികതയുടെയും വഴിയിലൂടെ നമ്മുടെ ആധുനിക കവിത സഞ്ചരിച്ച ഒരു കാലഘട്ടത്തിൽ ആസ്തിക്യധാരയുടെ, ഈശ്വരാവബോധത്തിന്റെ, സനാതന സംസ്കൃതിയുടെ വെളിച്ചവും പേറി അദ്ദേഹം സഞ്ചരിച്ചു. ആ സഞ്ചാരം ഭൂമിയെ മറന്നുള്ള സഞ്ചാരമായിരുന്നില്ല.
നമുക്കറിയാം, അക്കിത്തം തന്നെ എഴുതിയിട്ടുണ്ട്, കൃഷ്ണപ്പരുന്തുപോൽ ദേവമാർഗത്തിൽ വിഹരിക്കലും ഒഴിച്ചിടുന്നു ഞാൻ സമസ്ത സുഖലോക വൈഖരി. കൃഷ്ണപ്പരുന്തിനെ പോലെ ഈശ്വരീയമായ പ്രഭാവത്തോടെ വിശാലമായ ഔന്നത്യം നിറഞ്ഞ മേഘലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഭൂമിക്ക് ആശിസ് പകരുന്ന, ഭൂമിയെ പ്രണയിക്കുന്ന അയലോകപ്രിയതമ എന്ന ഋഷിത്വത്തിന്റെ ദർശനം, ഉദഗ്ര രമണീയാഹ പൃഥ്വി എന്ന കാളിദാസീയമായ ദർശനം, ആ ദർശനത്തെ ആവിഷ്കരിച്ച കവിയായിരുന്നു മഹാകവി അക്കിത്തം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാർക്സിസത്തെയും കമ്മ്യൂണിസത്തെയും തിരസ്കരിക്കേണ്ടി വന്നു. ആ തിരസ്കാരം അതും പൊന്നാനി കളരിയുടെ പാരമ്പര്യമായിരുന്നു. തീർച്ചയായും നമുക്കറിയാം, വെളിച്ചം തൂകിടുന്നോളം പൂജാർഹം താൻ ഒരാശയം, അതിരുണ്ടഴൽ ചാറുമ്പോൾ പൊട്ടിയാട്ടുക താൻ വരം എന്ന് എടശ്ശേരി എഴുതിയെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലൂടെ അക്കിത്തം സാക്ഷാത്കരിക്കുകയായിരുന്നു. ഹിംസാത്മകമായ ഒരു പ്രത്യയശാസ്ത്രം, അഭാരതീയമായ ഒരു പ്രത്യയശാസ്ത്രം, വർഗ സംഘർഷത്തിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന് യാതൊരു വിധത്തിലും ശ്രേയസ്കരമല്ല എന്ന് ബോധ്യപ്പെട്ട് പലരും തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുള്ള വരികൾ, നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ എന്നാണ് ആ വരി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരുപാധികമായ ഉപാധിരഹിതമായ സ്നേഹദർശനം കരുത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം വരും. അവിടെ ബലം ഭൗതികമായ ബലമല്ലെന്നും ആത്മീയമായ സ്നേഹദർശനത്തിൻ്റെതായിട്ടുള്ള ഒരു ബലം, അത് മാനവികതയെ കടന്ന് സമസൃഷ്ടി സ്നേഹത്തിന്റെ പ്രപഞ്ച ഐക്യത്തിൻ്റെതായ വിശാലമായ ഒരു ദർശനം. ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എന്നെ ആത്മാവിനെ കുത്തി നോവിക്കും എന്ന് ബാലാമണിയമ്മ ഒരിക്കൽ എഴുതിയതുപോലെ താൻ തന്നെയാണ് ഈ വിശ്വം എന്ന തിരിച്ചറിവോടുകൂടി അക്കിത്തം സഞ്ചരിച്ചെത്തിയപ്പോഴാണ് മലയാളത്തിന്റെ യഥാർത്ഥമായ ആധുനികത പ്രത്യക്ഷപ്പെട്ടത്. നമുക്കറിയാം, പണ്ടത്തെ മേശാന്തി എന്ന ഗംഭീരമായ കവിത ആത്മഗതത്തിന്റെ ഓർമ്മയുടെ ചുരുൾ നിവർത്തിക്കൊണ്ട് കേരള ചരിത്രത്തിന്റെ സവിശേഷമായ ഒരു കാലഘട്ടത്തെ, ഭൂപരിഷ്കരണാനന്തരമുള്ള ഉപരിവർഗ സമൂഹത്തിന്റെ ശൈഥില്യത്തെ ഏറ്റവും സൂക്ഷ്മമായ ചിഹ്നങ്ങളിലൂടെ ആവിഷ്കരിച്ച കവിത. ഗ്രാമീണതയിൽ നിന്ന് നാഗരികതയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് തുപ്പൻ എന്ന നമ്പൂതിരി യുവാവ് ചെന്നെത്തുന്ന അതിഗഹനമായ ആശയതലങ്ങൾ ഉൾക്കൊള്ളുന്ന ആ കവിത നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഒരുപക്ഷെ അക്കിത്തത്തിന്റെ കവിതയിലാണ് നഗരം ഏറ്റവും ശക്തമായ സാന്നിധ്യമായിട്ട് വരുന്നതെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നു. നേരറ്റ നായ്പ്പല്ലിടുക്കിൽ അരയുന്ന നെയ്യ് അലുവത്തുണ്ടുപോലുരുകിയിടിലും തുപ്പന്നു ഭാഗ്യമുണ്ടെന്നെന്റെ നാട്ടുകാർ അഭ്യുദയാശംസ കോരിച്ചൊരിയവേ എന്നാരംഭിക്കുന്ന വരികൾ ഞാൻ ഓർക്കുകയാണ്. നേരറ്റ നായ്പ്പല്ലിടുക്ക് എന്നത് പേ പിടിച്ച നായയുടെ പല്ല്, അതായത് അസ്ഥികഷ്ണങ്ങളും മറ്റും കടിച്ച് പരിചയമുള്ള പരുഷമായ ആ പല്ലുകൊണ്ട് ആ പല്ലിന്റെ ഞെരിച്ചമർത്തലിൽ പൂർണ്ണമായും ശകലീകൃതമാവുന്ന ശിഥിലമാവുന്ന നെയ്യലുവത്തുണ്ട്. സൗമ്യതയുടെ പ്രതീകമാണ് നെയ്യലുവത്തുണ്ട്. അതായത് ഗ്രാമീണത നാഗരികതയുടെ നീരാളിപ്പിടുത്തത്തിന് വിധേയമാവുന്നു. എന്ത് ഗഹനമായ കവിതയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വിശദമായ കവിതയെക്കുറിച്ച് സത്യത്തിൽ സംസാരിക്കേണ്ടതാണ്. അപമാനവീകരണത്തിന്റെ, ഈശ്വര നിഷേധത്തിന്റെ ഒരു തലം, അതിനെ മറ്റു പല കവികളും പാശ്ചാത്യമായ കണ്ണിലൂടെ നോക്കിക്കണ്ടപ്പോൾ അക്കിത്തത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാണായത് അപ്പടി കണ്ണുനീരെങ്കിലും ഞാൻ ഉയർക്കൊള്ളുന്നു വിശ്വാസ ശക്തിയിൽ എന്ന് എഴുതണമെങ്കിൽ ആ കവിത അടിസ്ഥാനപരമായി ഔപനിഷദീയമായിരുന്നു. ആ കവിത അടിസ്ഥാനപരമായി ഭാരതീയമായിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ആ കവിയെ വല്ലാതെ തിരസ്കരിക്കുവാൻ മലയാള വിമർശനം തയ്യാറായത്. മലയാള വിമർശനം മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട പല പ്രസ്ഥാനങ്ങളും അക്കിത്തത്തെ തിരസ്കരിക്കാൻ കാരണം അതാണ്. വാക്കിൽ അഗ്നി ഉണ്ടെന്ന് കരുതിയ ആ മഹാകവിയെ, 20-ാം നൂറ്റാണ്ട് ഇതിഹാസകാരനെ 21-ാം നൂറ്റാണ്ടിലാണ് ജ്ഞാനപീഠം നൽകി നമ്മൾ ആദരിച്ചത് എന്നത് തന്നെ അതിന്റെ ഒരു തെളിവാണ്.
അക്കിത്തത്തിന്റെ കവിതയിലെ വരികൾ തിരുത്തി അദ്ദേഹത്തിന് മതേതര പ്രതിച്ഛായ നൽകാൻ പോലും ഇടക്കാലത്ത് പരിശ്രമങ്ങൾ ഉണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെ അക്കിത്തം പുലർത്തിയത് ധീരമായ ഭാരതീയമായ സമദർശനത്തിൻ്റെതായ, നിസ്സംഗതയുടേതായ, നിർലേപതയുടേതായ മഹത്തായ സംസ്കാരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വൈകി കൈവന്ന ആ ജ്ഞാനപീഠത്തെക്കാളും, ജ്ഞാനപീഠത്തിൽ നിന്ന് മോക്ഷപീഠത്തിലേക്ക് അദ്ദേഹം എത്തി എന്ന് ഞാൻ ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സഹിനേക്കാൾ തലപ്പൊക്കവും നിളയേക്കാളും ആർദ്രതയും ഉണ്ടായിരുന്ന മഹാനായ കവി ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്താണ് കടന്നുപോയത്. അകാലത്തിലുള്ള മരണമല്ല എന്ന് നമുക്കറിയാം. ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കുമരനെല്ലൂരിൽ, പാലക്കാട് കുമരനെല്ലൂരിൽ ആ വീടിന്റെ ദേവയാനത്തിന്റെ തെക്കേ തൊടിയിൽ കത്തി അമർന്നു കവി, ഭസ്മമായി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഭസ്മമായി. പക്ഷേ ഭാരതീയനായ സൈദ്ധാന്തികൻ ആചാര്യ ദണ്ഡി അദ്ദേഹത്തിന്റെ ഒരു ഗംഭീരമായ സൂക്തത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉഭേയുഷാമി ദിവംസ നിബദ്ധ വിദായിനാം ആസ്തേവ നിരാതങ്കം കാന്തം കാവ്യമയം വബുഹ. നല്ല കവിത എഴുതിയവർ സ്വർഗത്തിലേക്ക് സഞ്ചരിച്ചു പോയാലും അവരുടെ സുന്ദരവും രോഗരഹിതവുമായ കാവ്യമയ ശരീരം നിലനിൽക്കുന്നു. എനിക്ക് അതിലാണ് വിശ്വാസം. ഭൗതികമായ അംഗീകാരങ്ങളൊക്കെ ഇന്ന് വരും, നാളെ പോകും. പക്ഷേ അമൃത ഘടിക എഴുതിയ, സ്പർശമണികൾ എഴുതിയ, പണ്ടത്തെ മേശാന്തി എഴുതിയ, 20-ാം നൂറ്റാണ്ടിന് ഇതിഹാസം എഴുതിയ മഹാകവിക്ക് ഒരിക്കലും മരണമില്ല. അതുകൊണ്ട് അവിടെ ജ്വലിച്ചുണർന്ന ചിതാഗ്നി നാളങ്ങൾ നാളെ തലതാഴ്ത്തുക തന്നെ ചെയ്യും. ആ ഭസ്മത്തിൽ നിന്ന് മലയാളത്തിന്റെ കാവ്യഭാവന പുതിയ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കും. അമൃത സ്രോതസ്സിനികളായ മഹത്തായ കവിതകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മലയാള കവിത പുതിയ വഴിയിലൂടെ സഞ്ചരിക്കും. കാരണം അക്കിത്തം മഹത്തായ അഭങ്കുരമായ ഒരു മഹാപാരമ്പര്യത്തിന്റെ നേരവകാശിയായിരുന്നു. എടശ്ശേരിയും കുഞ്ഞിരാമൻ നായരും അക്കിത്തവും ബാലാമണിയമ്മയും NV കൃഷ്ണവാര്യരും ഒക്കെ സമ്പുഷ്ടമാക്കിയ മലയാളത്തിന്റെ ആധുനികതയാൽ സംശ്ലിഷ്ടമായ കാൽപ്പനിക ധാര, ക്ലാസിക് ധാര, അതൊക്കെ ഉൾക്കൊണ്ട സത് കവിതയുടെ, ശുദ്ധ കവിതയുടെ ഉപാസകനായിരുന്നല്ലോ അക്കിത്തം. അതുകൊണ്ട് ആ കവിതയ്ക്ക് ഒരിക്കലും മരണം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് ആദരിക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം തപസ്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, തപസ്യയുടെ സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. തപസ്യയെ സാധകന്മാരുടെ കൂട്ടായ്മയായി, ദേശീയ പക്ഷത്തിന്റെ കൂട്ടായ്മയായി അദ്ദേഹം നോക്കിക്കണ്ടു. ധാരാളം കല്ലേറുകളൊക്കെ ഉണ്ടായി. ഇന്ന് എഴുത്തച്ഛൻ പുരസ്കാരത്താൽ പുരസ്കൃതനായ സക്കറിയെ ഒക്കെ അക്കിത്തത്തെ കടന്നാക്രമിച്ചിട്ടുണ്ട് പല കാലങ്ങളിൽ. പക്ഷെ അപ്പോഴൊക്കെ അക്കിത്തം ധീരമായ സാംസ്കാരിക ദേശീയതയുടെ, സ്വാമി വിവേകാനന്ദനും ദീൻദയാൽ ഉപാധ്യായയും ഒക്കെ മുന്നോട്ട് വെച്ച ആ ദേശീയതയുടെ പക്ഷത്ത് ഉറച്ചു നിന്നു. പരമേശ്വർജിയോടുള്ള ബന്ധം ഞാൻ സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. യജ്ഞപ്രസാദത്തിന് അവതാരിക എഴുതി ആ ഭഗവത് ചൈതന്യത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത് മഹാകവി അക്കിത്തമാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലൊന്നും അക്കിത്തത്തിന് ഉണ്ടായിരുന്നില്ല. ദേഹത്തിൽ നിന്ന് ദേഹി വിട്ടൊഴിയും വരെ തപസ്യയുടെ രക്ഷാധികാരിയായി, തപസ്യയുടെ ശക്തി ദുർഗമായി, തപസ്യയുടെ ഹിമാലയ ഔന്നത്യമായി അക്കിത്തം നിലനിന്നിരുന്നു. അതുകൊണ്ട് നട്ടല്ലൂരി പണയവസ്തുവാക്കി സാംസ്കാരിക ദാസ്യപ്പണിയെടുക്കുന്ന, അവാർഡുകളുടെ പിന്നാലെ പോകുന്ന, വളഞ്ഞ വഴിയിൽ കിട്ടിയ അവാർഡ് തിരിച്ചു കൊടുത്ത് വാർത്താ പ്രാധാന്യം നേടുന്ന ആളുകളുടെ നിരയിൽ ഒരിക്കലും അക്കിത്തം ഉണ്ടായിരുന്നില്ല. അതിന്റെ നേരെ എതിർധ്രുവത്തിൽ കവിതയുടെ മഹത്തായ പര്യായമായി ആ ജീവിതം ഉണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞവർ എത്ര പേരുണ്ട്? അത് നമ്മൾ ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അക്കിത്തത്തിന്റെ കവിതയെ തിരിച്ചറിഞ്ഞവരാരാണ്? തിരിച്ചറിഞ്ഞവർ വിരളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. MB ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന മഹാനായ നിരൂപകൻ കാവ്യവിൽപ്പത്തി എന്ന മലയാള കവിത കണ്ട ഒറ്റ കവിതാ പഠന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകത്തിൽ അക്കിത്തത്തെ സവിശേഷമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. M ലീലാവതി അക്കിത്തം കവിതയെ സമഗ്രമായി പഠിച്ച നിരൂപകയാണ്. KP ശങ്കരൻ അക്കിത്തത്തിന്റെ കവിതയെ സൂക്ഷ്മമായി അനുസന്ധാനം ചെയ്ത നിരൂപകനാണ്. അതോടൊപ്പം തന്നെ ഇന്നും നമ്മോടൊപ്പമുള്ള ആത്മാരാമൻ, അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ശ്രദ്ധാഞ്ജലിയായി ആ പുസ്തകം മാറി തീർന്നിരിക്കുകയാണ്. അക്കിത്തത്തിന്റെ സമഗ്രമായ ജീവചരിത്ര, കാവ്യചരിത്ര പഠനം സമീപകാലത്ത് വെളിച്ചം കണ്ടു. അതോടൊപ്പം തന്നെ R വിശ്വനാഥനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അക്കിത്തം കവിതയുടെ ജലകാമനയുടെ വേദാന്തം എന്ന ഗഹനമായ പഠനം എഴുതിയ,
അക്കിത്തം കവിതയിലെ ജലബിംബങ്ങൾ അഗ്നിബിംബങ്ങൾക്ക് പകരം ജലബിംബങ്ങൾ എന്തുകൊണ്ട് അവതരിപ്പിച്ചു? കാരണം അഗ്നി വിപ്ലവത്തിന്റെയും തീക്ഷ്ണതയുടെയും ബിംബമാണെങ്കിൽ ജലം സർവ്വതിനെയും ശുദ്ധീകരിക്കുന്ന അമൃതത്വത്തിന്റെ ബിംബമാണെന്ന് ഏറ്റവും സൂക്ഷ്മമായി തന്റെ കാവ്യലോകത്തിലൂടെ അവതരിപ്പിച്ച അക്കിത്തത്തെ വിശ്വനാഥൻ മാഷ് സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മേലത്തി ചന്ദ്രശേഖരൻ സാറ് സൂക്ഷ്മമായിട്ട് അക്കിത്തം കവിതയെ സമഗ്രമായി പഠിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പി നാരായണക്കുറുപ്പ് സാർ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ എഴുതിയ ഗംഭീരമായ പഠനങ്ങളിലൂടെ അതോടൊപ്പം തന്നെ ഉന്നതനായ കാവ്യാസ്വാദകരുടെ ചിതാകാശത്തിൽ വാടാത്ത താമരയും കെടാത്ത സൂര്യനുമായി മലയാളത്തിന്റെ പ്രിയ കവി എക്കാലവും ഉണ്ടാകുമെന്ന് എനിക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും. കാരണം ആ കവിത നമ്മുടെ സൂക്ഷ്മ ജീവിതങ്ങളെ ആവിഷ്കരിച്ച കവിതയാണ്. ഇവിടെ സൂചിപ്പിച്ച ഒരു വരികൾ നിങ്ങൾ ആലോചിക്കുക. സാമൂഹികമായ മനസ്സിനെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരെന്നോ, ഞങ്ങൾ ചരിത്ര ഗ്രാമങ്ങളിൽ മംഗളം വിളയുന്ന കസ്തൂരി നിലങ്ങളിൽ ആയിരത്താണ്ടിൽ കർമ്മ തീക്കടാക്കുണ്ടങ്ങളിൽ പായസപാത്രത്തോടെ പൊന്തി വന്നവരല്ലോ എന്ന് ശ്രാവണ പ്രഹർഷം എന്ന കവിതയിലൂടെ അക്കിത്തം എഴുതിയ ഓണക്കവിതകളെ കുറിച്ച്, അക്കിത്തം എഴുതിയ അത്തരത്തിലുള്ള വ്യക്തിസ്മരണാധിഷ്ഠിതമായ കവിതകളെ കുറിച്ചൊക്കെ പറയാൻ ശ്രമിച്ചാൽ തീരില്ല. നിന്നെ കൊന്നവർ കൊന്നു പൂവേ തന്നുട മോക്ഷത്തെ എന്ന് എഴുതിയപ്പോൾ കവി ഏത് വിധാനങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. പാറുന്നു ചുണ്ടത്തു പുഞ്ചിരിയെങ്കിലും ഊറുന്നു കൺകളിൽ അശ്രുബിന്ദു എന്ന് എഴുതിയ ആ കവി തന്നെയല്ലേ ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്നെ ആത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. അതായത് സൗരമണ്ഡലവും ചാന്ദ്രമണ്ഡലവും ഒന്നിച്ചണിനിരക്കുന്ന പ്രപഞ്ചത്തിന്റെ മഹത്തായ ഒരു ലോകം. എങ്കിലും എന്നിലിരിപ്പൂ രൂക്ഷം മംഗള പരിമള ഭാരം, രുചകളിൽ നിന്നി ധരണിയമീട്ടും രുചിരമൊരൗഷധസാരം എന്ന് എഴുതാൻ തന്റെ കവിത പാരമ്പര്യത്തിന്റെ ഔഷധ വേരുകളാൽ സമ്പന്നമാണെന്ന് തിരിച്ചറിയാൻ മഹാഭാരത പരിഭാഷ അടക്കമുള്ള ഗഹനമായ വഴികളിലൂടെ സഞ്ചരിച്ച, അതോടൊപ്പം തന്നെ മഹായോഗിയായ അരവിന്ദന്റെ ഉത്തരപ്പാറ പ്രസംഗത്തിന്റെ വിവർത്തനം നിർവഹിച്ച, മഹാഭാഗവതത്തിന്റെ പരിഭാഷ നിർവഹിച്ച, കനപ്പെട്ട 3 വോള്യങ്ങളായി ഈടുറ്റ ലേഖനങ്ങളുടെ കർത്താവായ മഹാകവി അക്കിത്തത്തെ മറക്കാൻ മലയാളമുള്ള കാലത്തോളവും സാധ്യമല്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായും അക്കിത്തം PM നാരായണൻ മാഷുമായി ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട്, ഭാരതീയമായ സങ്കല്പം. അക്കിത്തം പറയുന്നുണ്ട്, അനായാസേന മരണം വിനാദൈന്യേന ജീവനം ദേഹിമേ കൃപയാ കൃഷ്ണം ത്വാമഹം ശരണം ഗത. എനിക്ക് തോന്നുന്നത് അക്കിത്തം ആ ലോകത്തിലേക്ക് എത്തി. ജ്ഞാനപീഠത്തിൽ നിന്ന് അദ്ദേഹം സഞ്ചരിച്ചത് മോക്ഷപീഠത്തിലേക്കാണ്. വേറൊരർത്ഥത്തിൽ സഹൃദയന്മാരുടെ ഹൃദയത്തിലെ അമരപീഠത്തിലേക്കും ആ മഹാകവി യാത്രയായി. ആ കവിയുടെ ഉജ്ജ്വലമായ രചനകളെ പഠിക്കുവാനും 20-ാം നൂറ്റാണ്ടടക്കമുള്ള കൃതികളിലെ സൂക്ഷ്മമായ ബിംബങ്ങളെ പഠിക്കുവാനും നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി എന്ന ഏറ്റവും വിക്ഷോഭകരമായ ഒരു ചിത്രം ആവിഷ്കരിച്ച വിവിധ ഭാഗങ്ങളായി പാതാളമായും സ്വർഗമായും നരകമായും ഭൂമിയായും ഒക്കെ സൂക്ഷ്മമായി അടയാളപ്പെട്ട ഒരു ലോകത്തെ അവതരിപ്പിച്ച ഈ യുഗത്തിന്റെ പൊട്ടിക്കരച്ചിലൻ വായിൽ നിന്നോ നീ കേട്ടുവെന്നോ സഖി, ഈ യുഗത്തിന്റെ വൈരൂപ്യ ദാരുണ ഛായ എന്റെ കണ്ണിൽ കണ്ടുവെന്നോ സഖി, ഈ യുഗത്തിന്റെ ദുർഗന്ധമൻ ശ്വാസവായുവിങ്കൽ നിന്ന് ഉൾക്കൊണ്ടു നീയെന്നോ, ഈ യുഗത്തിന്റെ ഞെട്ടിത്തറിക്കലൻ സ്നായുവിൽ നെഞ്ചറിഞ്ഞെന്നോ, നീയഹോ രുചിച്ചാളെന്റെ ചുണ്ടിൽ നിന്ന് ഈ യുഗത്തിന്റെ കയ്പുമെന്നോ സഖി എന്ന് കവി എഴുതിയിട്ടുണ്ട്. കരതലാമലകം എന്ന ഗംഭീരമായ കവിതയിൽ സ്പർശമണികൾ അടക്കമുള്ള എല്ലാ കവിതകളും വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അക്കിത്തത്തിന്റെ എല്ലാ കവിതകളും അതോടൊപ്പം തന്നെ അക്കിത്തം എഴുതിയ ലേഖനങ്ങളും ഒക്കെ സൂക്ഷ്മമായിട്ട് വായിക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിൽ ആ കവിയോടുള്ള ബഹുമാനത്തിന് ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും, ഇന്നത്തെ എൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് തോന്നുന്നത് ആ മഹാകവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പഠിച്ച കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ തീർച്ചയായും ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ
ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഔപനിഷദികമായ ഒരു ദർശനം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദീർഘമായി സംസാരിക്കേണ്ട സമയമല്ലിത്. കവിതയുടെ ആ മഹാകൈലാസത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ നിര്യാണ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പോലെ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. വായുരനിലം അമൃതം അഭേദം ഭസ്മാന്തം ശരീരം ഓം കൃതോസ്മര കൃതം സ്മര കൃതോസ്മര കൃതം സ്മര. പ്രാണവായു നിത്യമായ പ്രപഞ്ചവായുവിൽ ലയിച്ചു കഴിഞ്ഞു. പിന്നീട് ഈ ശരീരം ഭസ്മമായി അവസാനിച്ചു. അല്ലയോ ചിന്താശീലനായ മനുഷ്യ, ഇനി നീ മരിച്ചുപോയ ഈ വ്യക്തി ചെയ്ത കർമ്മങ്ങളെ ഓർക്കുക. അക്കിത്തം നമ്മുടെ മുമ്പാകെ ആ മഹത്തായ കർമ്മം, തീർച്ചയായും ആ കർമ്മസബരി നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് ഒരൊറ്റ നിർദ്ദേശം മാത്രമേ അഭ്യർത്ഥനാ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ളൂ. അത് നവോദയത്തിന്റെ പ്രവർത്തകർ കാര്യമായിട്ട് പരിഗണിക്കണം എന്ന് വിനീതമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ആദരണീയനായ കേന്ദ്രമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ എനിക്ക് വളരെ ബഹുമാനമുള്ള വരകവിയായ ജോയി സാറിന്റെയും മഹാനായ അധ്യാപകൻ ചന്ദ്രശേഖരൻ നായർ സാറിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ ഈ ഒരു അഭ്യർത്ഥന അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും കേന്ദ്ര സർക്കാർ മഹാകവി അക്കിത്തത്തെ എക്കാലവും സ്മരിക്കാനായി അക്കിത്തത്തിന്റെ കുമരനെല്ലൂരിൽ തന്നെ ഗംഭീരമായ ഒരു സ്മാരകം, അക്കിത്തം പഠന ഗവേഷണ കേന്ദ്രം, അക്കിത്തത്തിന്റെ കവിതകൾ മാത്രമല്ല ഭാരതീയമായ എല്ലാ വിദ്യകളും, കാരണം അദ്ദേഹം വേദവിദ്യയുടെ പ്രചാരകനായിരുന്നു, നവോത്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നു. അത്തരത്തിൽ അക്കിത്തത്തെ സമഗ്രമായിട്ട് പഠിക്കുവാനും അക്കിത്തത്തെ ഉപാധിയാക്കിക്കൊണ്ട് ആശ്രമായ സൗമ്യോദാരമായ ഒരു മഹാദർശനത്തെ പഠിക്കുവാനും പുതിയ തലമുറയ്ക്ക് കഴിയണം. ഗവേഷകർ അവിടെ എത്തണം. മഹാകവിയുടെ ജീവിതം അനുസ്യൂതമായി തുടരട്ടെ. പൂർവാനത്തിലെ വെയില് പോലെ ഭാരതീയമായ ആ മഹാജീവിതം നമുക്ക് വെളിച്ചം നൽകണം. തീർച്ചയായും അതിനനുസൃതമായ പ്രായോഗികമായ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ നവോദയത്തിന്റെ പ്രവർത്തകർ വ്യക്തിപരമായിട്ട് തയ്യാറാവണം. ഓരോരുത്തരും പരിശ്രമിക്കണം, സംഘടനാതലത്തിൽ പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ ധൃതരാഷ്ട്രാലിംഗനത്തിന് ആ സ്ഥലം വിധേയമാവും എന്ന് വേദനയോടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അക്കിത്തത്തെ നാളിതുവരെ തിരസ്കരിച്ചവർ ധൃതരാഷ്ട്രാലിംഗന താല്പര്യത്തോടെ അക്കിത്തത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ തനിക്കാക്കി വെടക്കാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരിക്കലും അത് സാധ്യമല്ല. ആ പുണ്യാത്മാവിനോട് നീതി പുലർത്തണമെങ്കിൽ ഭാരതീയമായ കാഴ്ചപ്പാടോടുകൂടി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമായി അക്കിത്തം പഠന ഗവേഷണ കേന്ദ്രം വിപുലമായ പദ്ധതി രേഖകളോടുകൂടി രൂപപ്പെടണം. അതായിരിക്കണം നവോദയത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി തീരേണ്ടത്. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രകാശവും. ആ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രകാശം ഈ ലോകത്ത് പുലർത്താൻ മഹാകവി അക്കിത്തത്തിന്റെ സ്മരണ നമുക്ക് കരുത്തേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അക്കിത്തം നാരായണേട്ടന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് നവോദയത്തിന്റെ പ്രവർത്തകരുടെ ഇതുവരെയുള്ള പരിശ്രമങ്ങളൊക്കെ അത് സാഫല്യത്തിലെത്തി. അക്കിത്തം ഉള്ളതുപോലെ തന്നെയാണ് പുത്ര സാന്നിധ്യം, പിതൃസാന്നിധ്യത്തിന് തുല്യമായിട്ടാണ് ഭാരതം നോക്കിക്കാണുന്നത്. നവോദയം ആ പേര് പൂർണ്ണമായും അന്വർത്ഥമാക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി ധാരാളം ആളുകൾ വിളിച്ചു. ഇന്നും നമ്മുടെ ഇന്ദിര ആനന്ദ് അവരെന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചിരുന്നു. എല്ലാവരും ചൊല്ലി നന്നായി സംസാരിച്ചു. എല്ലാ ഗുരുനാഥന്മാരോടുള്ള ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് മഹാകവിയുടെ ധന്യമായ സ്മരണകൾക്ക് മുമ്പിൽ നമ്രശിരസ്കനായി നിൽക്കുന്നു. നമസ്കാരം.